ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കേരളമാകെ ഇന്ന് വിനോദസഞ്ചാര മേഖല എന്ന നിലയിലേക്ക് മാറിയതായി മന്ത്രി എ കെ ശശീന്ദ്രൻ. ലോക ഭിന്നശേഷി ദിനാചരണത്തിന്റെ ഭാഗമായി ദേശീയോദ്ഗ്രഥന ഗാനം ആംഗ്യഭാഷയിലൂടെ അവതരിപ്പിച്ച് ഭിന്നശേഷിക്കാരും SPCയും. 6ാമത് നാഷണൽ ഡിസേബിൾഡ് ഇൻഡോർ ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് കോഴിക്കോട്ട് ഡിസംബർ 14 മുതൽ 16 വരെ. എംപാനൽഡ് ആശുപത്രികളിൽ വിമുക്ത ഭടന്മാർ നേരിടുന്ന വിവേചനങ്ങൾക്കെതിരെ പ്രതിഷേധവുമായി വോയിസ് ഓഫ് എക്സ് സർവീസ്മെൻ. മരം മുറിക്കലുമായി ബന്ധപ്പെട്ട പരാതികളും താലൂക്ക് തല അദാലത്തിൽ ലഭിച്ചെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. കോവളം, മൂന്നാർ, തേക്കടി എന്നു മാത്രം അറിയപ്പെട്ടിരുന്ന സംസ്ഥാനത്തെ വിനോദസഞ്ചാര മേഖല ഇന്ന് കേരളമാകെ വിനോദസഞ്ചാര മേഖല എന്ന നിലയിലേക്ക് മാറിയതായി മന്ത്രി എ കെ ശശീന്ദ്രൻ. ബേപ്പൂർ വാട്ടർ ഫെസ്റ്റ് സീസൺ 4ന്റെ സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഡിസംബർ 27-ന് തിരശീല ഉയരുന്ന ബേപ്പൂർ അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റ് സീസൺ 4ന്റെ സംഘാടക സമിതി ഓഫീസ് ബേപ്പൂരിൽ പ്രവർത്തനം തുടങ്ങി. ഓഫീസിന്റെ ഉദ്ഘാടനം മന്ത്രി എ കെ ശശീന്ദ്രൻ നിർവഹിച്ചു. വടക്കേ മലബാറിന്റെ ആഘോഷങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായി ബേപ്പൂർ വാട്ടർ ഫെസ്റ്റ് മാറിക്കഴിഞ്ഞെന്നും മുൻപ് സംസ്ഥാനത്തിന്റെ വിനോദസഞ്ചാര ഭൂപടത്തിൽ മലബാർ ഇല്ലായിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു. ആ സ്ഥിതി മാറി കേരളം മുഴുവനും വിനോദസഞ്ചാര മേഖലയായി മാറിയത് മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രവർത്തനങ്ങളുടെ ഫലമാണെന്നും മന്ത്രി ശശീന്ദ്രൻ കൂട്ടിച്ചേർത്തു. വടക്കേ മലബാറിന്റെ തന്നെ ആഘോഷ പരിപാടികളിൽ ഒന്നായി ഒരിടമായി നമ്മുടെ ഈ ബേപ്പൂർ മാറിയിട്ടുള്ളത്. നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ ഈ സാധ്യതകൾ നമ്മുടെ സാംസ്കാരിക ഉന്നതിക്ക് വേണ്ടിയുള്ള പാതയൊരുക്കുക മാത്രമല്ല, ഈ പ്രദേശത്തുകാരുടെ സാമ്പത്തിക ശേഷി വർദ്ധിപ്പിക്കുന്നതിനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും സഹായകമായി തീരും. പരിപാടിയിൽ വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് അധ്യക്ഷത വഹിച്ചു. ഇത്തവണ ബേപ്പൂർ ഫെസ്റ്റിനോടനുബന്ധിച്ച് B2B മീറ്റ് സംഘടിപ്പിക്കും. മീറ്റിൽ പങ്കെടുക്കുന്ന കേരളത്തിനകത്തും പുറത്തുമുള്ള വിനോദസഞ്ചാര മേഖലയിലെ പ്രമുഖർ വാട്ടർ ഫെസ്റ്റും കാണാനെത്തും. ചടങ്ങിൽ മന്ത്രി മുഹമ്മദ് റിയാസ് തിറയാട്ട കലണ്ടർ പ്രകാശനം ചെയ്തു. തിറയാട്ട കലാകാരൻ പീതാംബരൻ മൂർക്കനാട് ഏറ്റുവാങ്ങി. കൗൺസിലർമാരായ K രാജീവ്, T രജനി, വാടിയിൽ നവാസ്, K സുരേഷൻ, TK ഷമീന, ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ്, ഡെപ്യൂട്ടി കളക്ടർ E അനിതകുമാരി, KTIL ചെയർമാൻ SK സജീഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. ലോക ഭിന്നശേഷി ദിനാചരണത്തിന്റെ ഭാഗമായി ദേശീയോദ്ഗ്രഥന ഗാനം ആംഗ്യഭാഷയിലൂടെ അവതരിപ്പിച്ച് ഭിന്നശേഷിക്കാരും സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളും. മാനാഞ്ചിറ സ്ക്വയറിലാണ് സാരേ ജഹാം സെ അച്ഛായുടെ വേറിട്ട അവതരണം നടന്നത്. ഭിന്നശേഷി രാജ്യാന്തര ദിനാചരണത്തിന്റെ ഭാഗമായി ഇന്ത്യൻ ആംഗ്യഭാഷയിൽ സാരേ ജഹാം സെ അച്ഛ എന്ന ദേശീയോദ്ഗ്രഥന ഗാനത്തിന് പുതിയ അവതരണം നടത്തി ഏഷ്യൻ റെക്കോർഡിലേക്ക് കാൽവെച്ച് ജില്ലയിലെ ഭിന്നശേഷിക്കാരും സ്റ്റുഡൻസ് പോലീസ് കേഡറ്റും. കോഴിക്കോട് സിറ്റി പോലീസും ഭിന്നശേഷിയുള്ളവർക്കുള്ള സംഘടന CRCയും കോഴിക്കോട് സിറ്റി സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് അംഗങ്ങളും സംയുക്തമായാണ് സാരേ ജഹാം സെ അച്ഛ ഗാനത്തിന് വേറിട്ട അവതരണം നടത്തിയത്. ജില്ലയിലെ 36 സ്കൂളുകളിൽ നിന്നും CRCയിൽ നിന്നുമായി 3000-ലേറെ വിദ്യാർത്ഥികളും
വിവിധ സ്ഥാപനങ്ങളിലെ കേൾവിക്കുറവുള്ള വിദ്യാർത്ഥികളുമാണ് മാനാഞ്ചിറ സ്ക്വയറിൽ സംഗമിച്ചത്. ഇന്ത്യൻ ആംഗ്യഭാഷയിലുള്ള അവതരണം മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. അഹമ്മദ് ദേവർകോവിൽ MLA അധ്യക്ഷനായിരുന്നു. ഉത്തരമേഖല IG K സേതുരാമൻ, സിറ്റി പോലീസ് കമ്മീഷണർ T നാരായണൻ, ഡെപ്യൂട്ടി കമ്മീഷണർ അങ്കിത് കുമാർ സിംഗ്, CRC ഡയറക്ടർ KN റോഷൻ ബിജ്ലി, KK ആഗേഷ്, കൗൺസിലർ SK അബൂബക്കർ, അസിസ്റ്റന്റ് കമ്മീഷണർ A ഉമേഷ് എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ആറാമത് നാഷണൽ ഡിസേബിൾഡ് ഇൻഡോർ ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജ് ഗ്രൗണ്ടിൽ ഡിസംബർ 14 മുതൽ 16 വരെ നടക്കും. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി ടീമുകൾ പങ്കെടുക്കുമെന്ന് സംഘാടകർ പറഞ്ഞു. ഈ ഗ്രൗണ്ടിനെ 4 സോണായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. A സോൺ, B സോൺ, C സോൺ, D സോൺ. A സോണിലൂടെ ബോൾ ക്രോസ് ചെയ്യുമ്പോൾ ഒരു റണ്ണും, B സോണിലൂടെ ക്രോസ് ചെയ്യുമ്പോൾ 2 റണ്ണും, C സോണിലൂടെ ക്രോസ് ചെയ്യുമ്പോൾ 3 റണ്ണും, D സോണിലൂടെ ക്രോസ് ചെയ്യുമ്പോൾ 4 റണ്ണുമാണ് സ്കോർ ചെയ്യുക. സാധാരണ ഗതിയിൽ ബൗണ്ടറി വെളിയിൽ പോയാൽ അടിച്ചു കഴിഞ്ഞാൽ 6 ആവും. നോർമൽ ക്രിക്കറ്റിൽ ഗ്രൗണ്ട് തൊടാതെ നേരെ അടിക്കുകയാണെങ്കിൽ അത് 6 ആയി പരിഗണിക്കപ്പെടും. ഈ കളിയിൽ ഗ്രൗണ്ട് തൊടാതെ ബൗണ്ടറി ക്രോസ് ചെയ്യുമ്പോൾ അതൊരു -2 റൺസാണ്. കേരള സംസ്ഥാന ഡിസേബിൾഡ് ഇൻഡോർ ക്രിക്കറ്റ് അസോസിയേഷനും കോഴിക്കോട് ചേവായൂരിലെ CRCയും സംയുക്തമായാണ് ജനപങ്കാളിത്തത്തോടെ 6ാമത് നാഷണൽ ഡിസേബിൾഡ് ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ഡൽഹി, കൽക്കട്ട, കർണാടക, ഗോവ, ഗുജറാത്ത്, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ടീം അംഗങ്ങൾ പങ്കെടുക്കും. കേരളത്തിൽ നിന്നുള്ള 2 ടീമുകൾക്കും പരിശീലനം നൽകി വരികയാണ്. 40% മുകളിൽ ഫിസിക്കലി ഡിസേബിൾഡ് ആയുള്ള ക്രിക്കറ്റ് കളിക്കാരാണ് ചാമ്പ്യൻഷിപ്പിൽ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്നും പങ്കെടുക്കുന്നത്. കോഴിക്കോട് ഗവൺമെന്റ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജിൽ ഡിസംബർ 14, 15, 16 തീയതികളിൽ നടക്കുന്ന മത്സരങ്ങളുടെ ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിർവഹിക്കുമെന്ന് ഡിസേബിൾഡ് ഇൻഡോർ ക്രിക്കറ്റ് അസോസിയേഷൻ ഓഫ് കേരള ഓർഗനൈസിംഗ് കമ്മിറ്റി അംഗങ്ങൾ വ്യക്തമാക്കി. വാർത്താ സമ്മേളനത്തിൽ O രാജഗോപാൽ, തച്ചിലോട്ട് നാരായണൻ, ഡോക്ടർ KN റോഷൻ ബിജ്ലി, ഡോക്ടർ PP പ്രമോദ് കുമാർ, R ജയന്ത്കുമാർ, കേണൽ മോഹൻദാസൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ECHS എംപാനൽഡ് ആശുപത്രികളിൽ വിമുക്ത ഭടന്മാർ നേരിടുന്ന വിവേചനങ്ങൾക്കെതിരെ പ്രതിഷേധവുമായി വോയിസ് ഓഫ് എക്സ് സർവീസ്മെൻ. കളക്ടറേറ്റ് മാർച്ച് റിട്ടയർഡ് ജില്ലാ ജഡ്ജി ശാന്തകുമാരി ഉദ്ഘാടനം ചെയ്തു. ECHS എംപാനൽഡ് ആശുപത്രികളിൽ വിമുക്ത ഭടന്മാർ നേരിടുന്ന വിവേചനവും ചൂഷണവും അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വിമുക്ത ഭടന്മാരുടെ കൂട്ടായ്മയായ വോയിസ് ഓഫ് എക്സ് സർവീസ്മെൻ കളക്ടറേറ്റ് മാർച്ച് നടത്തി. എരഞ്ഞിപ്പാലത്ത് നിന്ന് പ്രകടനം ആരംഭിച്ചു. റിട്ടയർഡ് ജില്ലാ ജഡ്ജി ശാന്തകുമാരി അമ്മ ഉദ്ഘാടനം ചെയ്തു. അത് നമുക്ക് ആകെയുള്ളൊരു രക്ഷ. നമ്മൾ അതിർത്തികൾ വളരെ വലിയ സംരക്ഷണത്തിലാണ്. നമ്മളുടെ സൈനികർ അത് വേണ്ട വിധം കാക്കുന്നു. അതുകൊണ്ടാണ് നമുക്കിന്ന് രാത്രി നേരാമണ്ണം കിടന്നുറങ്ങാൻ പറ്റുന്നത്. ഇല്ലെങ്കിൽ ഒരിക്കലും കിടന്നുറങ്ങാൻ പറ്റില്ല. അത്രയ്ക്കും നമ്മൾ, അതായത് അവരുടെ ജീവിതം ബലി കഴിച്ച്, ജീവൻ പണയം വെച്ച്, അതായത് ജീവിതത്തിലെ എല്ലാ സുഖങ്ങളും ത്യജിച്ചുകൊണ്ടാണ് അവരുടെ ഔദ്യോഗിക ജീവിതം മുന്നോട്ട് നീക്കുന്നത്. അവര് അടുത്തോൺ പറ്റി പോകുന്ന സമയത്ത് അവർക്ക് കൽപ്പിച്ചിട്ടുണ്ടായിരുന്ന, അവർക്ക് സർക്കാർ നിയോഗിച്ചിട്ടുണ്ടായിരുന്ന ആനുകൂല്യങ്ങൾ, ചികിത്സ പോലും നിഷേധിക്കുന്നുവെന്ന് കേട്ടപ്പോൾ അത് വളരെ സങ്കടകരമായി തോന്നി. ആ സങ്കടം ഒരിക്കലും നമ്മുടെ വിമുക്ത ഭടന്മാർക്ക് നാം അനുഭവിക്കാനുള്ള അവസരം കൊടുക്കരുത്. അവരുടെ ഫാമിലിക്ക് അങ്ങനത്തെ സങ്കടങ്ങൾ ഉണ്ടാവാനുള്ള അവസരം കൊടുക്കരുത്. വോയിസ് ഓഫ് എക്സ് സർവീസ്മെൻ പ്രസിഡന്റ് A വിശ്വനാഥൻ അധ്യക്ഷം വഹിച്ചു. സെക്രട്ടറി P ഗിരീഷ്, വിവിധ സംഘടനാ പ്രതിനിധികളായ സുകുമാരൻ നായർ, മുരളീധർ ഗോപാൽ, രാധാകൃഷ്ണൻ നായർ, MK മോഹനൻ, P രവീന്ദ്രൻ, ഹരിദാസൻ കൂമുള്ളി, MG രമേഷ് കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം.
ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചിമനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫസ്റ്റ് സീസൺ 4 ഡിസംബർ 1 മുതൽ 31 വരെ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട്. എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കൊപ്പവും ലക്കി ഡ്രോ കൂപ്പൺ സൗജന്യം. ലക്കി ഡ്രോയിലൂടെ ഫ്ലാറ്റുകൾ, 10 ലക്ഷം രൂപ, കാറുകൾ, 2 വീലറുകൾ, ഐഫോണുകൾ എന്നിവ സമ്മാനമായി നേടാൻ അവസരം. ബമ്പർ സമ്മാനം മഹീന്ദ്ര ഥാർ. ഓരോ 1 ലക്ഷം രൂപയുടെ ഡയമണ്ട്, അൺകട്ട്, നവരത്ന, പ്ലാറ്റിനം ആഭരണ പർച്ചേസിനും 3 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള പ്രഷ്യസ് ആഭരണ പർച്ചേസിനും സ്വർണ്ണ നാണയം സമ്മാനം. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്, ട്രഡീഷണലി ട്രസ്റ്റഡ് ഫോർ 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. 1ാം വാർഷികം ആഘോഷിച്ച് താലൂക്ക് ദുരന്ത നിവാരണ സേന TDRF കോഴിക്കോട്ട് പ്രവർത്തനം തുടങ്ങിയതിന്റെ 1ാം വാർഷികമാണ് വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചത്. റിട്ടയർഡ് SP സുഭാഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് ദുരന്ത നിവാരണ സേന TDRF കോഴിക്കോട് ജില്ല 1ാം വാർഷികം ആഘോഷിച്ചു. മാങ്കാവ് ആഴ്ചവട്ടം GHS സ്കൂളിൽ നടന്ന പരിപാടി റിട്ടയർഡ് പോലീസ് സൂപ്രണ്ട് സുഭാഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. വളണ്ടിയർമാരുടെ വിവിധയിലും കലാപരിപാടികളും അരങ്ങേറി. സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത് NGO അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന താലൂക്ക് ദുരന്ത നിവാരണ സേന കോഴിക്കോട് സിവിൽ സ്റ്റേഷനിലാണ് തുടക്കം കുറിച്ചത്. 1 വർഷം പൂർത്തിയാക്കുമ്പോൾ വിപുലമായ പരിപാടികളാണ് TDRF സംഘടിപ്പിച്ചത്. സമ്മേളന പ്രചരണാർത്ഥം മോക്ക് ഡ്രില്ലുകളും റോഡിലെ സൂചനാ ബോർഡുകളും ശുചീകരിച്ചു. ആഴ്ചവട്ടം GHSS നടന്ന പരിപാടിയിൽ ചീഫ് കോർഡിനേറ്റർ ഉമറലി ഷിഹാബ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ റിട്ടയർഡ് അഡീഷണൽ പോലീസ് സൂപ്രണ്ട് P. അഷ്റഫ് ഉപഹാര സമർപ്പണം നടത്തി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ബാപ്പു ഹാജി, വാവ സുരേഷ് എന്നിവർ മുഖ്യാതിഥികളായി. ചടങ്ങിൽ 2024 മുഖ്യമന്ത്രിയുടെ വിശിഷ്ട സേവാ മെഡലിന് അർഹനായ പ്രദീപ് പാമ്പലത്തിനെ ചടങ്ങിൽ ആദരിച്ചു. ചൂരൽമലയിലെ രക്ഷാപ്രവർത്തകർക്ക് ചായ വിതരണം ചെയ്ത അബൂക്ക വയനാടിനെയും കുടുംബത്തെയും ആദരിച്ചു. റെയിൽവേ സ്റ്റേഷൻ മാനേജർ സുരേഷ്, AK നൗമത്തുള്ള, ധർമ്മസ്വാമികൾ, അബ്ദുൽ സലാം യമാനി തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു. ഏറ്റവും കൂടുതൽ സേവനം ചെയ്ത വളണ്ടിയർമാരായ റഹീം പെരുമണ്ണ, ഷെറീന പന്തീരങ്കാവ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ചടങ്ങിന് മഠത്തിൽ അബ്ദുൽ അസീസ് സ്വാഗതവും നൌഷാദ് മുഹമ്മദ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കരുതലും കൈത്താങ്ങും കോഴിക്കോട് താലൂക്ക് തല അദാലത്ത് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ നടന്നു. പരിഗണിച്ച 474 പരാതികളിൽ 280 പരാതികൾ പരിഹരിച്ചു. അദാലത്തിൽ മരം മുറിക്കലുമായി ബന്ധപ്പെട്ട പരാതികളും ലഭിച്ചെന്ന് മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. പൊതുജനങ്ങളുടെ പരാതികൾ പരിഹരിക്കുന്നതിനായി മന്ത്രിമാരുടെ നേതൃത്വത്തിൽ കോഴിക്കോട് താലൂക്ക് തലത്തിൽ നടന്ന അദാലത്തിൽ പരിഗണിച്ചത് 474 പരാതികൾ. ഇവയിൽ 190 പരാതികൾ ഉദ്യോഗസ്ഥ തലത്തിൽ പരിഹാരമാവാതിരുന്ന 90 പരാതികൾ മന്ത്രിമാരുടെ നേതൃത്വത്തിലും പരിഹരിച്ചു. ബാക്കിയുള്ള തുടർ നടപടികൾ ആവശ്യമുള്ള പരാതികൾ എത്രയും വേഗം പരിഹരിക്കുന്നതിന് മന്ത്രിമാരായ PA മുഹമ്മദ് റിയാസ്, AK ശശീന്ദ്രൻ എന്നിവർ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകി. ഇവ പരിഹരിക്കപ്പെടുന്ന മുറയ്ക്ക് തീരുമാനം പരാതിക്കാരെ അറിയിക്കും. 387 പരാതികൾ ഓൺലൈനായും 117 പരാതികൾ അദാലത്ത് വേദിയിലും ലഭിച്ചു. 29 പേർക്ക് AAY കാർഡുകളും 7 പേർക്ക് മുൻഗണനാ കാർഡുകളും വിതരണം ചെയ്തുകൊണ്ടായിരുന്നു അദാലത്തിന് തുടക്കമായത്. മരം മുറിക്കലുമായി ബന്ധപ്പെട്ട് അദാലത്തിൽ നിരവധി പരാതികൾ ലഭിച്ചതായും അവയെല്ലാം ഒറ്റ പരാതിയായി കണ്ട് ഒരു ഉത്തരവിലൂടെ പ്രശ്നം പരിഹരിക്കാൻ തീരുമാനിച്ചതായും മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. അടുത്ത ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ഇറങ്ങുന്നതോടെ ഇതു സംബന്ധമായ എല്ലാ പരാതികൾക്കും പരിഹാരമാകുമെന്നും മന്ത്രി അറിയിച്ചു. കോവൂർ P. കൃഷ്ണപിള്ള സ്മാരക ഹാളിൽ നടന്ന അദാലത്തിൽ മേയർ ബീന ഫിലിപ്പ്, MLAമാരായ PTA റഹീം, അഹമ്മദ് ദേവർകോവിൽ, KP കുഞ്ഞഹമ്മദ് കുട്ടി മാസ്റ്റർ, ലിൻഡോ ജോസഫ്, ഡെപ്യൂട്ടി മേയർ CP മുസാഫർ അഹമ്മദ്, ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.
കോപ്പൻ 13 ഇന്റർനാഷണൽ കോൺഫറൻസ് സോൺ പ്രിസിഷൻ മൈക്രോ മെസോ നാനോ എഞ്ചിനീയറിംഗ് ഡിസംബർ 13 മുതൽ 15 വരെ കോഴിക്കോട് NIT-യിൽ നടക്കും. എഞ്ചിനീയറിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ ആശയങ്ങൾ പങ്കുവയ്ക്കാനുള്ള വേദിയാണ് കോപ്പൺ എന്ന് NITC അധികൃതർ പറഞ്ഞു. ഇത് 13ാമത്തെ എഡിഷനാണ്. ഇത്തവണ കഴിഞ്ഞ തവണത്തേക്കാൾ വളരെ ബെറ്റർ ആയിട്ട് നമ്മൾ നമ്പർ ഓഫ് സ്പീക്കേഴ്സ് സെഷൻസ് ഇതൊക്കെ വളരെ ബെറ്റർ ആക്കിയിട്ടുണ്ട്. നമുക്കൊരു ലിസ്റ്റ് നിങ്ങൾ നോക്കിയാൽ അറിയാം. ഒരു 10-12 പ്രൊഫസേഴ്സ് ഫ്രം USA ദേ ആർ കമ്മിങ് ഫിസിക്കലി. പിന്നെ 4-5 ഡയറക്ടേഴ്സ്, IIT ഇൻഡോർ ഡയറക്ടർ, IIT പാലക്കാട് ഡയറക്ടർ, NITK സൂറത്ത് ഡയറക്ടർ, പിന്നെ VSSC ഡയറക്ടർ, ഇവരൊക്കെ ടോക്ക് നടത്തുന്നുണ്ട്. ഇത് കൂടാതെ നമ്മളൊരു ആ ടോക്കിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഫസ്റ്റ് പേജിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സെമി കണ്ടക്ടർ മാനുഫാക്ചറിംഗ് എന്ന് പറഞ്ഞ വലിയൊരു ടീം വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് പ്രൊഫസർ തുമ്മല റാവു, ജോർജിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി USA, advisor to government of India, is giving a speech on vision for India to be the manufacturing hub in integrated semiconductors, packaging and systems. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂറ്റഞ്ചേരി ശിവക്ഷേത്രത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ക്ഷേത്ര കലാപീഠത്തിലെ വാദ്യകലാ വിദ്യാർത്ഥികൾ അരങ്ങേറി. ആദ്യ ബാച്ചിലെ 19 വിദ്യാർത്ഥികളാണ് അരങ്ങേറ്റം കുറിച്ചത്. ക്ഷേത്രത്തിലെ ദീപാരാധനയ്ക്ക് ശേഷമാണ് 19 കലാകാരന്മാർ ക്ഷേത്രസന്നിധിയിൽ അരങ്ങേറ്റത്തിനായി അണിനിരന്നത്. ക്ഷേത്ര കലാപീഠത്തിലെ ആദ്യ ബാച്ചാണ് ആദ്യഘട്ട പഠനം പൂർത്തിയാക്കി വേദിയിലെത്തിയത്. പ്രശസ്ത ചെണ്ടവാദ്യ ഗുരുക്കന്മാരായ സദനം സുരേഷ്, സന്ദീപ് കരുമല എന്നിവരുടെ ശിക്ഷണത്തിൽ 1.5 വർഷത്തിലേറെയായി പരിശീലനം നടത്തുന്നവരാണ് ഇവർ. കലാകാരന്മാരുടെ കുടുംബാംഗങ്ങളും ക്ഷേത്ര ജീവനക്കാരും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളും പരിപാലന സമിതി അംഗങ്ങളും ചടങ്ങിൽ സന്നിഹിതരായി. ക്ഷേത്ര കലാപീഠം അരങ്ങേറ്റ കമ്മിറ്റി ഭാരവാഹികൾ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചിമനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫസ്റ്റ് സീസൺ 4 ഡിസംബർ 1 മുതൽ 31 വരെ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട്. എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കൊപ്പവും ലക്കി ഡ്രോ കൂപ്പൺ സൗജന്യം. ലക്കി ഡ്രോയിലൂടെ ഫ്ളാറ്റുകൾ, 10 ലക്ഷം രൂപ, കാറുകൾ, 2 വീലറുകൾ, ഐഫോണുകൾ എന്നിവ സമ്മാനമായി നേടാൻ അവസരം. ബമ്പർ സമ്മാനം മഹീന്ദ്ര ഥാർ. ഓരോ 1 ലക്ഷം രൂപയുടെ ഡയമണ്ട്, അൺകട്ട്, നവരത്ന, പ്ലാറ്റിനം ആഭരണ പർച്ചേസിനും 3 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള പ്രഷ്യസ് ആഭരണ പർച്ചേസിനും സ്വർണ്ണ നാണയം സമ്മാനം. ബോബി ചെമനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്, ട്രഡീഷണലി ട്രസ്റ്റഡ് ഫോർ 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. മണ്ഡലമാസത്തിൽ കർപ്പൂരാഴി ഉത്സവം ഏറ്റവും പുണ്യമാണെന്നാണ് കണക്കാക്കുന്നത്. ബേപ്പൂർ ശ്രീ മഹാദേവ കലാകായിക സാംസ്കാരിക സമിതി സംഘടിപ്പിച്ച കർപ്പൂരാഴി ഭക്തരുടെ നിറഞ്ഞ സാന്നിധ്യം കൊണ്ട് ധന്യമായി. കഴിഞ്ഞ 10 വർഷമായി ബേപ്പൂർ ശിവപുരി റോഡ് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരുന്ന കൂട്ടായ്മയാണ് ശ്രീ മഹാദേവ കലാകായിക സാംസ്കാരിക സമിതി. വ്രതശുദ്ധിയുടെ മണ്ഡലമാസത്തിൽ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടത്തുന്ന കർപ്പൂരാഴിയും ജനപങ്കാളിത്തം കൊണ്ട് സമ്പന്നമാണ്. കൽക്കുന്നത്ത് ശിവക്ഷേത്ര സന്നിധിയിൽ ഉത്സവാന്തരീക്ഷമൊരുക്കിയാണ് ഇത്തവണത്തെ കർപ്പൂരാഴി നടന്നത്. ശരണം വിളികളുടെ അകമ്പടിയോടെ കർപ്പൂരപ്രിയനായ സ്വാമിക്ക് ഭക്തർ കർപ്പൂരാഴി തെളിയിച്ചു. സ്വാമിമാരും മാളികപ്പുറങ്ങളുമടക്കം ഒട്ടേറെ ഭക്തർ പങ്കെടുത്തു.
തമ്പുരാഴി മഹോത്സവം ചെയർമാൻ ലിനു മേക്കുന്നത്, ട്രഷറർ നിതിൻ എടക്കര, കൺവീനർ ബിനു തോട്ടത്തിൽ, സമിതി പ്രസിഡന്റ് രാജ്കുമാർ KP, സെക്രട്ടറി ബിജീഷ് T തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. കരുവശ്ശേരി തിരുത്തിയിൽ ശ്രീകൃഷ്ണ ക്ഷേത്രം ഉത്സവം കൊടിയേറി. തന്ത്രി ചാത്തനാട്ടില്ലത്ത് രാമചന്ദ്രൻ നമ്പൂതിരി കൊടിയേറ്റി. ഡിസംബർ 13-ന് രഥഘോഷയാത്രയ്ക്ക് ശേഷം ആറാട്ട് എഴുന്നള്ളിപ്പോടെ ഉത്സവം സമാപിക്കും. കരുവശ്ശേരി തിരുത്തിയിൽ ശ്രീകൃഷ്ണ ക്ഷേത്രം ഉത്സവത്തിന് തന്ത്രി ചാത്തനാട്ടില്ലത്ത് രാമചന്ദ്രൻ നമ്പൂതിരിപ്പാട് കൊടിയേറ്റി. പതിമൂന്നിന് പള്ളിവേട്ടയും 14-ന് വൈകിട്ട് 5:30-ന് താലപ്പൊലിയോടെ ഭഗവാന്റെ തിടമ്പേറ്റിയ നഗരപ്രദക്ഷിണത്തോടെ രഥഘോഷയാത്ര നടക്കും. തുടർന്ന് ആറാട്ട് എഴുന്നള്ളിപ്പോടെയാണ് സമാപനം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജൈവ പച്ചക്കറി കൃഷി വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി നടിയിൽ ഉത്സവം നടത്തി. പരിപാടിയുടെ ഉദ്ഘാടനം ബേപ്പൂർ ഡെവലപ്മെന്റ് മിഷൻ ഡയറക്ടർ T രാധാഗോപി നിർവഹിച്ചു. ജൈവ പച്ചക്കറി കൃഷി വ്യാപനത്തിന്റെ ഭാഗമായി രാമനാട്ടുകര കൃഷിഭവനുമായി സഹകരിച്ചുകൊണ്ട് രാമനാട്ടുകര സർവീസ് സഹകരണ ബാങ്ക് നടപ്പാക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം ബേപ്പൂർ ഡെവലപ്മെന്റ് മിഷൻ ഡയറക്ടർ T രാധാഗോപി നിർവഹിച്ചു. ബാങ്ക് ചെയർപേഴ്സൺ രമ P അധ്യക്ഷത വഹിച്ചു. മൾച്ചിംഗ് ഷീറ്റ് ഉപയോഗിച്ച് ഡ്രിപ്പ് ഇറിഗേഷൻ ഉൾപ്പെടെയുള്ള ആധുനിക സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. രാമനാട്ടുകര കൃഷി ഓഫീസർ V സായോജ്, വാഴയിൽ ബാലകൃഷ്ണൻ, സുധീഷ് കുമാർ K, ദിലീപ് കുമാർ P, കൗൺസിലർ പ്രൊഫസർ ചന്ദ്രിക, ജീവനക്കാരുടെ പ്രതിനിധി ഷിജു C, മുൻ കൃഷി ഓഫീസർ NC സോമൻ, തോട്ടോളി ചിന്നൻ, ഡയറക്ടർ രാജേഷ് നെല്ലിക്കോട്ടെ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് അർഹരായ വായ്പക്കാർക്ക് റിസ്ക് ഫണ്ട് വിതരണവും നടത്തി. ബാങ്ക് വൈസ് പ്രസിഡന്റ് ഗംഗാധരൻ K സ്വാഗതവും ജനറൽ മാനേജർ ജലീഷ് MC നന്ദിയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ബ്രേക്ക് ത്രൂ സയൻസ് സൊസൈറ്റി ഡിസംബർ 14-15 തീയതികളിൽ സംസ്ഥാനതല ശാസ്ത്ര സമ്മേളനം സംഘടിപ്പിക്കും. റീജിയണൽ സയൻസ് സെന്ററിൽ നടക്കുന്ന സമ്മേളനം പ്രൊഫസർ സൗമിത്രോ ബാനർജി ഉദ്ഘാടനം ചെയ്യും. അധ്യാപകരും ഗവേഷകരും ശാസ്ത്ര പ്രവർത്തകരും പങ്കെടുക്കും. സംസ്ഥാന തലത്തിലുള്ള ശാസ്ത്ര സമ്മേളനം പ്ലാനറ്റേറിയത്തിൽ വെച്ച് ഈ മാസം 14-15 തീയതികളിൽ നടക്കുക. ബ്രേക്ക് ത്രൂ സയൻസ് സൊസൈറ്റി ഓൾ ഇന്ത്യ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ശാസ്ത്ര സംഘടനയാണ്. ഒരു ബഹുജന ശാസ്ത്ര പ്രസ്ഥാനം കെട്ടിപ്പടുക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്ന പ്രസ്ഥാനമാണ്. ശാസ്ത്രബോധം സമൂഹത്തിലേക്ക്, പ്രത്യേകിച്ച് വളർന്നു വരുന്ന തലമുറയിൽ നിന്ന് വിദ്യാർത്ഥികളിലേക്ക് കൊണ്ടുവന്നെത്തിക്കുവാൻ ഉള്ള പരിശ്രമങ്ങൾ പല രീതിയിൽ ബ്രേക്ക് ത്രൂ സയൻസ് സൊസൈറ്റി നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ പ്ലാനറ്റേറിയത്തിൽ വെച്ചാണ് ഈ മാസം 14-15 തീയതികളിൽ സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന YouTube ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളമാകെ ഇന്ന് വിനോദസഞ്ചാര മേഖല എന്ന നിലയിലേക്ക് മാറിയതായി മന്ത്രി AK ശശീന്ദ്രൻ. ലോക ഭിന്നശേഷി ദിനാചരണത്തിന്റെ ഭാഗമായി ദേശീയോദ്ഗ്രഥന ഗാനം ആംഗ്യഭാഷയിലൂടെ അവതരിപ്പിച്ച് ഭിന്നശേഷിക്കാരും SPCയും. 6ാമത് നാഷണൽ ഡിസേബിൾഡ് ഇൻഡോർ ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് കോഴിക്കോട്ട് ഡിസംബർ 14 മുതൽ 16 വരെ. എംപാനൽഡ് ആശുപത്രികളിൽ വിമുക്ത ഭടന്മാർ നേരിടുന്ന വിവേചനങ്ങൾക്കെതിരെ പ്രതിഷേധവുമായി വോയിസ് ഓഫ് എക്സ് സർവീസ്മെൻ. മരം മുറിക്കലുമായി ബന്ധപ്പെട്ട പരാതികളും താലൂക്ക് തല അദാലത്തിൽ ലഭിച്ചെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.